നമസ്കാരം. ആൾക്കൂട്ടത്തിൽ വെച്ച് നാമൊക്കെ ചില ആളുകളെ പെട്ടെന്ന് തിരിച്ചറിയും. എന്നാലോ ആൾക്കൂട്ടത്തിൽപ്പെട്ട് തിരിച്ചറിയാൻ കഴിയാത്ത പോലെ ഭാവി ഇരുളടഞ്ഞ അന്ധകാരം വ്യാപിച്ച ചില ആളുകളുണ്ട്. എങ്ങോട്ട് തിരിയണമെന്നറിയില്ല, മുമ്പിൽ ചോദിച്ചിനുമാണ്, എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ഭാവിയെ സംബന്ധിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ടെങ്കിലും പ്രതീക്ഷിക്കാൻ വകകളൊന്നുമില്ലാത്ത ഒരുപാട് പേര്, നമ്മുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുപാട് പേരുണ്ട്. ഇന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുന്ന രണ്ട് കുട്ടികളാണ് സീമയും സുമയും. കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കാം, അല്ലേ? മുതൂർശിയിൽ താമസിക്കുന്ന ബാലകൃഷ്ണേട്ടനെയും കുടുംബത്തെയുമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ബാലേട്ടൻ. ബാലേട്ടൻ അസുഖം തന്നെയാണോ? എന്താ സുഖം, അങ്ങനെ ജീവിച്ചു പോണു. ബാലേട്ടൻ്റെ ചേച്ചിയുടെ പേരെന്താ? ഇന്ദിരാദേവി അല്ലേ? ഇവർക്ക് രണ്ട് കുട്ടികളാണുള്ളത് അല്ലേ? കുട്ടികളുടെ പേരെന്ന് പറഞ്ഞാൽ ഓർക്കാമോ? സീമ സുമ. ഇവരുടെ വിശേഷങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുട്ടികളുടെ കാര്യം ഒന്ന് പറയാമോ, എന്തൊക്കെയാണെന്നുള്ളത്? അവർ ജന്മന അംഗവൈകല്യമുള്ള കുട്ടികളാണ്. മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ്. പിന്നെ നമ്മളെല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മള് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. ഇവര് ഇരട്ടകളാണോ? അല്ല, ഇരട്ടകളല്ല അല്ലേ? 1.5 വയസ്സിന്റെ വ്യത്യാസമാണ്. ജനിച്ചപ്പോ മുതലേ ഇങ്ങനെയാണോ? ജനിച്ചപ്പോ പോലെ ഇങ്ങനെയാണ്, സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത, നടക്കാനൊന്നും വയ്യ, കയറ്റങ്ങളൊന്നും കയറാൻ പറ്റില്ല. ഒരാൾ കസേരയിൽ ഇരിക്കും, മറ്റൊരാള് കസേരയിൽ ഇരിക്കില്ല. അല്ല, നിലത്ത് കണ്ടോ, അങ്ങേറ്റത്ത് കുത്തിയിരിക്കുന്നുണ്ടല്ലേ, നിലത്തേ ഇരിക്കുള്ളൂ. അപ്പം നമ്മളിവരെ ഇവിടെ പരിചയപ്പെടുത്താൻ കാരണം ഈ രണ്ട് കുട്ടികൾക്കും എത്ര പ്രായമായി? 42 വയസ്സും 40 വയസ്സും 2 പേരാണ് ഈ ഇരിക്കുന്നത്. അതും 2 പെൺകുട്ടികളാണ്, പെൺമക്കളാണ്. ഈ കസേര ഇരിക്കുന്ന ആളാണ് സീമ, മൂത്തയാളാണ്. അതെ അതെ. ഇപ്പോൾ മാതാപിതാക്കളെ നോക്കേണ്ട മക്കളാണ് ഇവരൊക്കെ. പക്ഷെ ഇപ്പോൾ നേരെ തിരിച്ചായിപ്പോയി. ഈ മക്കൾ 2 പേരും ഒരേപോലെ ആയിപ്പോയത് കൊണ്ട് ഇവരെ നോക്കാനുള്ള വലിയൊരു ബാധ്യതയിലാണ് ഈ പാവം അച്ഛനും അമ്മയും. തരിച്ചിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ തരിച്ചിരിക്കുകയാണ്. കാരണം ഈ കുട്ടികളെ ബാത്റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകണം, അതേപോലെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളെ എടുത്തുകൊണ്ട് പോയിട്ട് വേണം ഇവർക്ക് ചെയ്ത് തീർക്കാനായിട്ട്. ഇവർക്ക് ഇപ്പോൾ ഉള്ളത് കണ്ടില്ലേ, ഞാനിവിടെ ഒരു വീടിന് മുമ്പിൽ, ഇവരുടെ വീടിന് മുമ്പിൽ ഇരിക്കുന്നത്. ഒരു ഇപ്പോൾ താഴെ വീഴുന്ന രീതിയിലാണ് വീടിൻ്റെ അവസ്ഥ. ഇത്രയും ഷീറ്റ് കൊണ്ടൊക്കെ മേഞ്ഞ് അതിപ്പോൾ തൽക്കാലത്തേക്കൊക്കെ വെച്ചിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ ഇവർക്ക് ആരോഗ്യമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം പ്രായത്തിൻ്റെ വലിയൊരു ബുദ്ധിമുട്ട്. ബാലേട്ടന് ഇപ്പോൾ എത്ര വയസ്സായി? 71. 71 വയസ്സായി ബാലേട്ടന്. ബാലേട്ടനെ സംബന്ധിച്ച് വലിയൊരു ബാധ്യതയാണ്. കാരണം ഡിസ്ക് കംപ്ലൈന്റ് ഉണ്ട്, നടക്കാൻ വയ്യ. ഒരു വീട് എന്നതിനേക്കാൾ കൂടുതൽ ആഗ്രഹം ഈ പിള്ളേരെ നല്ലൊരു സുരക്ഷിതമായി വീട്ടിലിരുത്തുക അല്ലേ? അപ്പം അതിനു വേണ്ടിയുള്ള ചികിത്സകൾ കിട്ടുന്ന ആശുപത്രികൾ അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്? ആതുരാലയങ്ങളോ അല്ലേ, അങ്ങനെയുള്ള സ്ഥലം ഇവർക്ക് ഇപ്പോൾ ആവശ്യമാണ്. കാരണം ഇവർ പ്രായമായി. ഇവരെ സംബന്ധിച്ച് ഇനി എങ്ങനെ ഈ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അറിയാതെ, അതെ അതെ, ആകെ എന്ത് ചെയ്യുന്നറിയാത്ത ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. മക്കള് വലുതായി, പക്ഷേ അച്ഛനമ്മമാരും പ്രായമായി. ഈ മക്കൾ ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല, എങ്ങനെ കൊണ്ടുപോകുന്നറിയില്ല. വീടാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വീഴാം. ഞങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഓടിട്ട വീടാണ്, പഴയ വീടാണ്. 50 വർഷത്തിന് മേലെയായ വീടാണ് ഇത് കാണുന്നത്. അപ്പം ഈ 50 വർഷത്തിന് മേലെ വീട്, അതിൻ്റെ പരിചരണം ഒന്ന്, പിന്നെ ഇവർ എങ്ങനെ നോക്കുമെന്നറിയാത്തൊരവസ്ഥ.
അപ്പൊ അമ്മയോട് ചോദിച്ചോട്ടെ, ഈ പിള്ളേരെ എങ്ങനെ പരിപാലിക്കുന്നു പറയാമോ? എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നത്. ഭക്ഷണം ചെറിയ ആൾക്ക് ഭക്ഷണം വായ കൊടുക്കണം. ചെറിയ ആള് എന്താ അവിടെ ഇരിക്കുന്ന നിലത്തിരിക്കുന്ന ആളാണ് ചെറിയ ആള്. അയാൾക്ക് ഭക്ഷണം വാരി കൊടുക്കണം. പിന്നെ ഈ മൂത്ത ആൾക്കും അത് തന്നെയാണുള്ള അവസ്ഥ അല്ലേ? രണ്ടുപേരെ ഒരുപോലെ നോക്കണമല്ലോ. വേറെ ഒരു കാര്യങ്ങൾക്കും പുറത്തു പോകാനുള്ള സമയമില്ല. എല്ലാ കാര്യം നമ്മളെന്തൊക്കെ ചെയ്യണം അതേമാതിരി ഒക്കെ അവർക്കും ചെയ്തു കൊടുക്കണം ഞാൻ തന്നെ. ഇവര് എവിടെ പഠിച്ചത്? എവിടെയാണ്? ഫെയ്ത്ത് ഇന്ത്യ അല്ലെ? ഫെയ്ത്ത് ഇന്ത്യ മണ്ണാർക്കാട് വിയക്കുറിശിയിലാണ് പഠിച്ചത് അല്ലെ? പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സ് വരെ ഉള്ളൂന്ന് തോന്നുന്നു അല്ലേ? 18 വയസ്സ് വരെ അവരെ നോക്കുള്ളൂ. പിന്നെ അതിന് ശേഷം പിന്നെ എടുക്കാനില്ല. പിന്നെ ബാലേട്ടാ, അപ്പോ ഈ ബാലേട്ട ഈ കുട്ടികളുടെ കാര്യങ്ങള്, അതേപോലെ കുടുംബകാര്യങ്ങള്, മരുന്നിന്റെ കാര്യങ്ങള്, ഇതെല്ലാം എങ്ങനെയാണ് നടത്തിക്കൊണ്ടു പോകുന്നത്? നാട്ടുകാരുടെ ചെറിയ ചെറിയ സഹായങ്ങളുണ്ട്. വാഴമ്പുറം, ചിറക്കപ്പടി, കാഞ്ഞിരപ്പുഴ, അവിടെയുള്ള ആൾക്കാർ ചെറിയ ചെറിയ സഹായങ്ങളുണ്ട് ചെയ്തുകൊണ്ടുണ്ട്. പിന്നെ പഞ്ചായത്തിന് പെൻഷനുണ്ട്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം കൂടി അങ്ങ് എത്തില്ല. കാരണം മരുന്നത്തിന് തന്നെ നല്ല ചെലവ് വരും, നല്ലൊരു എമൗണ്ട് വരും. പിന്നെ ബാലന്റെ ഡിസ്കിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? കംപ്ലൈന്റ്, കാലുമരപ്പ് എല്ലാം ഉണ്ട്. സോഡിയം കുറയുന്ന അവസ്ഥ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ പിള്ളേരെ കുറിച്ച് ആലോചിച്ചുള്ള വലിയൊരു ടെൻഷൻ. അതുകൊണ്ടാണ് ഉറക്കം പോയില്ലാത്തൊരു അവസ്ഥയാണല്ലോ. ഉറക്കം പോയില്ലാത്തൊരു അവസ്ഥ. ഉറക്കഗുളിക കഴിച്ചിരുന്നു, ഇപ്പൊ നിർത്തി വെച്ചിരിക്കുന്നു. കുട്ടികളുടെ അസുഖത്തിന്റെ പേര് എന്താണെന്ന് പറഞ്ഞേ? ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. ബാത്റൂം ഈ വീടിന്റെ ഉള്ളിലില്ലാത്തതുകൊണ്ട് ബാത്റൂമിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ തന്നെ കുറച്ച് ദൂരത്താണ് അല്ലേ? അപ്പൊ ബാത്റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ എങ്ങനെ അവര് പിടിച്ചോണ്ട് പോയാ? രാത്രിയിലൊക്കെ വിളക്ക് കത്തിച്ച് വേണം പോകാനായിട്ട്. ഒന്നാമത് ഇവിടെ കാട് പിടിച്ച സ്ഥലമാണ്. ഇതിന്റെ ഉള്ളിൽ പാമ്പുകളൊക്കെ ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഈ അതെ മലയുടെ അരികാണ്. അപ്പൊ ഇവരെന്തുകൊണ്ടും ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും സഹായിക്കുന്ന നല്ലവരായ നാട്ടുകാരുണ്ട്. നമുക്ക് എല്ലാവരുടെയും സഹായം കൂടിയേ തീരുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, ഇവർക്ക് പ്രായമായതുകൊണ്ടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മക്കളെ നോക്കുക എന്നുള്ളതും, ഈ മക്കള് വലുതായി 42 വയസ്സും 40 വയസ്സുമായ 2 കുട്ടികളാണ് ഇരിക്കുന്നത്. അത് 2 പെൺകുട്ടികളാണ്. ഭാവിയിലേക്ക് നോക്കി അനിശ്ചിതാവസ്ഥയിലിരിക്കുന്ന ഈ കുട്ടികളാണ്. കണ്ടില്ലേ? ആര് നോക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞ ആൾക്കൂട്ടത്തിൽ ആണ് ഇവര്. പക്ഷേ ഇവരെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കുമാണ്. നല്ലവരായ നാട്ടുകാര്, നിങ്ങളുടെ ഓരോ സഹായവും വളരെ വിലയേറിയതാണ്. ഒരുപാട് പേർക്ക് സഹായം കൊടുക്കുന്ന നല്ലവരായ നാട്ടുകാരുടെ സഹായം അന്വേഷിച്ചാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഈ കുട്ടികൾക്ക് കണ്ടില്ലേ, ഒന്നും അറിയില്ല. നിഷ്കളങ്കരായ കുട്ടികളാണ്. സ്വയം എഴുന്നേൽക്കുവാനോ അല്ലെങ്കിൽ സ്വയം കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നും അറിയില്ല. ഇവർക്ക് മാസം തന്നെ നല്ല മരുന്നുകൾ കൊടുക്കണം. എന്നാലാണ് ഇതുപോലെയെങ്കിലും കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഇവരുടെ പേരിൽ വല്ല ബാങ്ക് അക്കൗണ്ടോ എന്തെങ്കിലും ഉണ്ടോ? ഇവരുടെ പേരിലില്ല അല്ലേ? ഇവരുടെ പേരിലാണ്. ഇവരുടെ പേരിൽ എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ബാലേട്ടൻ്റെ പേരിലുണ്ടാവുമായിരിക്കും അല്ലേ? ബാലേട്ടൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ നമ്പർ ഒന്ന് പറയാമോ? സുമനസ്സുകളുടെ സഹായം നമുക്ക് അതിലൂടെ കിട്ടുകയാണെങ്കിൽ അത്രയും ഒരു ഉപകാരമായില്ല കാര്യങ്ങളൊന്ന് അല്ലേ? പറയാം. മോളുടെ പേരെന്താ? മോളെ പേര് പറഞ്ഞേ. സീമ.
ചികിത്സയൊക്കെ പ്രായമായി. ഈ കുട്ടികളുടെ ചികിത്സയൊക്കെ ഏതാ രാമസ്വാമി ഡോക്ടർ ആയിരുന്നു ചെയ്തിരുന്നത് അല്ലെ? ആദ്യകാലങ്ങളിലെ പാലക്കാട് പാലക്കാട് രാമസ്വാമി ഡോക്ടർ ആയിരുന്നു ചെയ്തിരുന്നത് അല്ലെ? അപ്പൊ ഡോക്ടർ ആ സമയത്ത് എന്താ പറഞ്ഞിരുന്നത്? തലച്ചോറ് വളർച്ചയില്ല, ആ ഇത് ബാക്ക് അടിച്ചുകൊണ്ട് വരും, വയസ്സ് തോന്നിക്കും, ചെറിയ കുട്ടികളെ മാറി എന്നും തോന്നിക്കും, ഓ മന്ദബുദ്ധിയാവാനുള്ള സാധ്യത എല്ലാം ഉണ്ട് ആഹാ എന്നാണ് ഡോക്ടറുടെ ഇതിന് വേറെ ചികിത്സയോ കാര്യങ്ങളോ? ചികിത്സ ഇല്ല എന്നാ പറഞ്ഞത്. ചികിത്സ ഇല്ല. അയ്യോ, ഇല്ല ടോണിക്കോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് മാത്രം. ക്ഷീണം അല്ലെ? ക്ഷീണമില്ലാതിരിക്കാനും ഭക്ഷണം കഴിക്കാനും പിള്ളേർക്ക് ഭക്ഷണം വാരി കൊടുക്കാണ് ചെയ്യുന്നത്. വാരി കൊടുക്കണം. രണ്ടുപേർക്കും വാരി കൊടുക്കണം. ഒരാള് ചിലപ്പോ കഴിക്കും, ചിലപ്പോ നമ്മൾ മിക്കവാറും വാരി കൊടുക്കണം. ആണല്ലേ? ഇതൊക്കെ ചെയ്യുന്നത് അമ്മയാണല്ലേ? അമ്മയാണ്. കാരണം ബാലേട്ടനെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങൾ, കാരണം ഇതിനുള്ള പൈസകൾ ഉണ്ടാക്കുക, പിള്ളേരുടെ ചികിത്സകൾ കാര്യങ്ങൾ നോക്കുക, അതുപോലെ കുടുംബത്തിന്റെ ഈ അവസ്ഥ അല്ലേ, സ്വയം ചികിത്സ നോക്കുക, അതാണ് ഏറ്റവും വലിയ വിഷമായത്. കാരണം ഈ ഡിസ്ക് പ്രോബ്ലം വന്നതോടുകൂടി കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ച പോലെ എത്താതായി. പിന്നെ പ്രായം. BT രവിയുടെ ചികിത്സയാണ് ഇപ്പോൾ. എവിടെയാണത്? പട്ടാമ്പി റോഡിലെയാണ്. അപ്പൊ എല്ലാ മാസവും പോയിട്ട് എടുക്കണോ? എല്ലാ മാസവും പോയി ചെക്ക് ചെയ്യണം. അപ്പൊ പോകുമ്പോ എങ്ങനെ വണ്ടി വിളിച്ചു പോകണം അല്ലേ? വണ്ടി വിളിച്ചു പോകണം. കാര്യങ്ങളെല്ലാം ആകെ പിള്ളേരുടെ കാര്യങ്ങളും സ്വന്തം കാര്യവും എല്ലാം കൂടി വരുമ്പോ വീടാണെങ്കിൽ ആകെ തകർന്ന് കിടക്കുകയാണ്. വീട് എങ്ങനെയെങ്കിലും വെക്കണമെങ്കിൽ സ്ഥലമുണ്ട്, പക്ഷെ വീട് വെക്കാനുള്ള സാമ്പത്തികമില്ല. സ്ഥലം ഉണ്ടായിട്ട് കാര്യമില്ലോ, വീട് വെക്കാനുള്ള സാമ്പത്തികമില്ല. ഈ കുട്ടികളെ ഇവരെ വിശ്വസിച്ച് അവിടെ ഏൽപ്പിക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാലേട്ടൻ്റെയും കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. വളരെ ദയനീയമാണ് ആ കുട്ടികളുടെയും അതുപോലെ തന്നെ ബാലേട്ടനായാലുമുള്ള ഭാര്യയുടെയും അവസ്ഥ, ഈ കുട്ടികളുടെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുകയും അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്താൽ ബാലേട്ടനെയും കുടുംബത്തിനെയും നമുക്ക് കഴിയാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ട് അത് വലിയൊരു ഉപകാരമായി തീരും എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, എവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടെ ഓടിയെത്തും. കാലാകാലങ്ങളായിട്ടുള്ള ദുരന്തങ്ങളും എല്ലാം നമ്മളെ മലയാളികളെ ഒരുമിപ്പിച്ച് ഇപ്പോൾ ഈ അവസാനമുള്ള ഈ കൊറോണ വരെ നമുക്കൊരു സഹായിക്കാനുള്ളൊരു മനസ്സുണ്ട്. ഞങ്ങൾക്ക് വളരെ വിഷമത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങൾ ആകെ സത്യമായി തകർന്നുപോയി. ഒരു വീടിൻ്റെ അവസ്ഥ മാത്രമല്ല, ഒരു കുടുംബനാഥൻ്റെ ദയനീയ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ ആ മക്കളുടെ അവസ്ഥയും കണ്ടപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവും. നിങ്ങൾ മാക്സിമം വീഡിയോ നിങ്ങളുടെ പരിചയമുള്ള സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, അവരിലൂടെ ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ആവശ്യമായ സഹായം, ഞങ്ങളതിൻ്റെ കൂടെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ബാലേട്ടൻ്റെ നമ്പറിൽ വിളിക്കാം, ബാലേട്ടനോട് കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കാം. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ബാലേട്ടൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. സുമനസ്സുകളായ നാട്ടുകാരുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.